വണ്ടി ഷിഫ്റ്റ് പെട്രോളാണ് കേട്ടോ. വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഈ 2000 RPM കയറും. അതുപോലെ തന്നെ എത്ര കാല് ഫുള്ള് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഇത്രയും പോകണുള്ളൂ വണ്ടി. നമ്മൾ ഇപ്പം ഇനി കയറണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലച്ച് താങ്ങി കൊടുക്കണം. ക്ലച്ച് ജസ്റ്റ് താങ്ങി കൊടുത്താൽ ഒരു അറപ്പറച്ച് കയറി പോയിക്കോളും. എന്നാൽ ഇനി കുഴപ്പമില്ല, ഇനി വണ്ടി പോയിക്കോളും. അത്യാവശ്യം നല്ല പവറൊക്കെ കിട്ടുന്നുണ്ട്. ഇന്ന് ഇടയ്ക്കിടയ്ക്കൊരു ജർക്കിങ്, ഒരു കുത്തൽ മിസ്സിങ് പോലെ. ത്രോട്ടിൽ ബോഡിയുടെ കംപ്ലൈൻറ്റ് പോലെയാണ് കിട്ടണത്. ചെക്ക് എഞ്ചിനും കാര്യങ്ങളൊക്കെ അണച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കംപ്ലൈൻറ്റിന് നമുക്കിനി എന്താണെന്ന് നോക്കേണ്ടി വരും. അപ്പം കിലോമീറ്റർ കുറവായതുകൊണ്ടുള്ള കംപ്ലൈൻ്റ് ആണെന്ന് അറിയില്ല. അതുപോലെ തന്നെ തേർഡ് ഗിയർ ഇട്ടാലും ഒരു കറക്റ്റ് അതിന് ഒരു പ്രോസസ്സിങ് കിട്ടിയാൽ പിന്നെ കയറി പോയിക്കോളും. അല്ലെങ്കിൽ അത് പയ്യെ പോകുള്ളൂ. പിന്നെ വണ്ടി അതുപോലെ നിർത്തിയെടുത്താലും കംപ്ലൈൻ്റ് ആണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ട് കാലെടുത്താലും കയറില്ല. ഉണ്ടല്ലേ, അപ്പം നിർത്തിയെടുത്തതാണേ. ഇങ്ങനെ പോകുള്ളൂ. ഞാൻ തോന്നുമ്പോൾ കയറും. ശരിക്കും ഒരു ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് പെട്രോൾ ഓട്ടിച്ച് എങ്ങനെയാണ് അതേ ഒരു അവസ്ഥയാണ്. സെക്കൻഡ് ഇട്ടിക്കുകയാണ്. എന്നാൽ ഇതാണ് RPM. എത്ര കാലം എടുത്താലും പതുക്കെ കയറി പോയിക്കോളും. അല്ലെങ്കിൽ നമ്മളൊന്ന് ക്ലച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ടപ്പേന്ന് കയറും. അപ്പം ഇതാണ് കസ്റ്റമറുടെ കംപ്ലൈൻറ്റ്. നമുക്കിനി എന്താണെന്ന് നോക്കാം. വണ്ടിയുടെ കംപ്ലൈൻറ്റ് പവറും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ പവർ ഇല്ലെന്ന് വെച്ചാൽ വണ്ടി നമ്മൾ കാലെടുക്കുമ്പോൾ ഒരു 2000 RPM പോവും. ക്ലച്ച് താങ്ങി കൊടുത്തെടുക്കുമ്പോൾ കയറിപ്പോയിക്കോളും വണ്ടി. വെച്ചാൽ ത്രോട്ടിൽ ബോഡി അടവില്ല, പെട്രോൾ വരാത്ത പോലെയായിരുന്നു കംപ്ലൈൻറ്റ്. അങ്ങനെ നമ്മൾ പെട്രോൾ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്ത് ഓരോന്നായിട്ട്, എന്നാൽ വലിയ കോസ്റ്റ് ഇല്ലാതെ ഒരു സാധനം മാറിയിട്ടില്ല കേട്ടോ. പെട്രോൾ ഫിൽറ്റർ മാറിയിട്ടില്ല, അതുപോലെ തന്നെ ഒരു സാധനം മാറില്ല. എന്നാൽ വണ്ടി പക്ക ആക്കിയിട്ടുണ്ട്. കിലോമീറ്ററുള്ള വണ്ടിക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ വരാറുണ്ട്. ചെറിയ നല്ല ഇങ്ങനെ ഓടേണ്ട കിലോമീറ്റർ ശരിക്കും ഒരു 60,000-70,000 ആണെങ്കിൽ ഇത് ഓക്കെ ആണ്. ഇത് അത്രയും ഓടാത്തതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നത്. അപ്പം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി കസ്റ്റമർ ഓടിച്ചിട്ട് സെറ്റാക്കാം. ഗൈസ്, വണ്ടി ഷിഫ്റ്റ് പെട്രോളാണ് കേട്ടോ. ഒരു പവർ ഡ്രോപ്പായിട്ട് വന്ന വണ്ടിയാണ്. അപ്പം അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ 3-4 പോയിട്ട് വന്ന വണ്ടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. അങ്ങനെ O2 സെൻസറാണ് കംപ്ലൈൻറ്റ് കാണിച്ചത്. അങ്ങനെ അതൊക്കെ മാറി. എന്നിട്ട് അവർക്ക് കംപ്ലൈൻറ്റ് മാറിയില്ല. സ്കാൻ ചെയ്യുമ്പോൾ അതായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പം O2 സെൻസർ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല. എന്നാൽ അതിൻ്റെ ശരിക്കുള്ള കംപ്ലൈൻറ്റ് ത്രോട്ടിൽ ബോഡി ആയിരുന്നു. എന്നാൽ അത് സ്കാനിങ്ങിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും ചെയ്തില്ല. എന്നാൽ വണ്ടി 2000 ഇയർ ഉണ്ട്, അതുപോലെ കിലോമീറ്റർ കുറവാണ്. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. അങ്ങനെയാണ് ഈ കംപ്ലൈൻറ്റ് ആവാൻ കാരണം. വെറും 17,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. എന്നാൽ 2019 വണ്ടിയാണ്. അപ്പോൾ 6-7 വർഷം കൊണ്ട് ഓടിയ കിലോമീറ്റർ കുറവായതുകൊണ്ട് അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണ്. ഇപ്പം എയർ ഫിൽറ്ററൊക്കെ അയച്ചിട്ടിരിക്കുന്നുണ്ട്. ഒരു സൗണ്ട് വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മൾ അയച്ചിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കംപ്ലൈൻറ്റ് മാറാത്തതുകൊണ്ട് ഒരു 7-8 പ്രാവശ്യം ആയി ഓട്ടിച്ചോക്കി. അങ്ങനെ ഇപ്പം പ്രോപ്പർലി കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട്. ചെക്കിൻ വാണിംഗ് ഒക്കെ അണഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പഴയ എയർ ഫിൽറ്റർ ഇടുക, അല്ലെങ്കിൽ പുതിയ എയർ ഫിൽറ്റർ ഇട്ട് സെറ്റ് ചെയ്താൽ ഫിനിഷ് ഓഫ് വർക്ക്